ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ആക്കുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഇവിടെ നിങ്ങൾക്ക് 3 കൊളാഷ് തന്നിട്ടുണ്ട്. എർത്തുകേക്ക് ഇൻ ഇന്തോനേഷ്യ, സുനാമി ലൈക്ലി, കോസ്റ്റൽ കമ്മ്യൂണിറ്റി അലേർട്ട്. ഇന്തോനേഷ്യയിൽ എർത്തുകേക്ക് ഭൂമികുലുക്കമുണ്ട്, സുനാമിക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ള ആളുകളോട് കുറച്ച് അലേർട്ട്, കുറച്ച് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ The heart of Kottarakara resident transported from Thiruvananthapuram is brought to Kochi in air ambulance for transplantation. ഒരു ഹൃദയ മാറ്റിവെക്കലിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഹേർട്ട് കൊണ്ടുവന്നത് ഇതിലൂടെയാണ്? എയർ ആംബുലൻസിലൂടെയാണ്. Then Chief Minister hold emergency video conference with district collectors to coordinate ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ എമർജൻസി വീഡിയോ കോൺഫറൻസ് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ട് നടത്തി. ഇനി ഈ കൊളാഷുമായി ബന്ധപ്പെട്ട് താഴെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഹൗ കുഡ് ദ ഹേർട്ട് ബി ക്വിക്ക്ലി ട്രാൻസ്പോർട്ടഡ് ടു കൊച്ചി ഫ്രം തിരുവനന്തപുരം? കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ക്വിക്കായിട്ട് ഇത്ര സ്പീഡിൽ എങ്ങനെയാണ് ഹേർട്ട് എത്തിച്ചത് എന്നാണ്. എന്തിലൂടെയാണ്? എയർ ആംബുലൻസിലൂടെയാണ് അല്ലേ? അപ്പോൾ അവിടെ ഇൻ എയർ ആംബുലൻസ് എന്ന് എഴുതി കൊടുക്കുക. അടുത്തത്, ഇൻ വാട്ട് വേസ് വുഡ് ദി കോസ്റ്റൽ പീപ്പിൾ ഹാവ് ബീൻ അലേർട്ടഡ്? നമ്മൾ പറഞ്ഞു സുനാമിയും കാരണം തീരദേശത്തുള്ള ആളുകളോട് കുറച്ച് ജാഗ്രത പാലിക്കാൻ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണ്, ഏതിലൂടെയാണ്, ഏതൊക്കെ വഴിയിലാണ് അങ്ങനെ പറഞ്ഞത്? എന്താണ് ആൻസർ? ത്രൂ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? TV, ന്യൂസ് പേപ്പർ, ഫോൺ, റേഡിയോ, അതൊക്കെ വരും. ഓക്കെ, ഇതിൻ്റെ ആൻസറും അവിടെ എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, ഹൗ വർ ദ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റഡ് ക്വിക്ക്ലി? എങ്ങനെയാണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇത്രയും പെട്ടെന്ന് ഏകോപിപ്പിച്ചത്? എങ്ങനെയാണ്? ത്രൂ വീഡിയോ കോൺഫറൻസ്. ഇതും നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ദെൻ all these instances demonstrate the relevance of transport and communication systems in our day-to-day life. ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് വ്യക്തമാക്കുന്നത്? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നമ്മളെ നിത്യജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. Transport and communication systems are the means of overcoming the physical distance among the people. ഈ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമ്മൾ ആൾക്കാരിടയിലുള്ള ഈ ശാരീരിക അകലം മറികടക്കാൻ സഹായിക്കും. എന്താണെന്ന് വെച്ചാൽ എത്ര ദൂരത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഏതൊരു വിവരമാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വഴി അറിയിക്കാൻ പറ്റും അല്ലേ? പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് സ്പീഡിൽ പോകണമെങ്കിൽ ട്രാൻസ്പോർട്ട് വഴി നമുക്ക് പോകാനും കഴിയും. അതുകൊണ്ട് തന്നെ എത്ര ദൂരത്തുള്ള ആൾക്കാരാണെങ്കിലും അവരെ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ, യോജിപ്പിക്കാൻ ഈ സിസ്റ്റം കൊണ്ട് സാധിക്കും. ഇതൊരു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഗുണമാണ് ഇവിടെ പറഞ്ഞതല്ലേ. സോ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദിസ് ഈസ് ആൻ എഫക്റ്റീവ് സിസ്റ്റം ടു കണക്റ്റ് പീപ്പിൾ കൺസിഡറിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പിന്നെ ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഹെൽപ്സ് ടു മൂവ് പീപ്പിൾ ഓർ ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. എന്താണ് ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഗതാഗത സംവിധാനം എന്ന് പറയുന്നത്? നമ്മുടെ വ്യക്തികളെയോ അല്ലെങ്കിൽ സാധനത്തിനെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ സാധിപ്പിക്കും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതോ അതിൻ്റെ ഒരു ഗുണമാണ് ഇവിടെ പറയുന്നത്. അത് നമ്മളെ എന്തിനു സഹായിക്കും? നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ മെസ്സേജസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഈ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ കുറച്ച് വെഹിക്കിൾസിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇത് നീനുവിൻ്റെ പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബത്തിൽ നിന്ന് തന്നതാണ്. ഈ പോസ്റ്റൽ സ്റ്റാമ്പ്സ് ഒക്കെ ഇഷ്യൂ ചെയ്തത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആ ടൈമിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ പരിണാമം അനുസരിച്ച്, എവല്യൂഷൻ അനുസരിച്ച്. അടുത്ത് പറഞ്ഞത് ഈ പിക്ചേഴ്സിലുള്ള ചിത്രങ്ങളിലുള്ള വണ്ടികളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഒന്നാമത്തെ ചിത്രത്തിലുള്ളതാണ് പല്ലക്കിൻ. ഇത് പണ്ട് കാലത്ത് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കും, എന്നിട്ട് മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ കൈകൊണ്ട് താങ്ങിങ്ങാണ്ട് ഇത് പിടിച്ച് അങ്ങനെ ആയിരുന്നു സഞ്ചരിക്കുക. ചിത്രത്തിൽ സൈക്കിൾ റിക്ഷ ഉണ്ട്, ഒരു പഴയ മോഡൽ കാറുണ്ട്, ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. ഓക്കെ,
ആർ ദ വെഹിക്കിൾസ് സീൻ ഓൺ ദി സ്റ്റാമ്പ്സ് ഇൻ യൂസ് നൗഎഡേയ്സ്? ഇപ്പോഴത്തെ കാലത്ത് ഈ സ്റ്റാമ്പ്സിലുള്ള വെഹിക്കിൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ലല്ലേ, ഇപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങളൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കാറ്. യു നോ ദാറ്റ് മാൻ ഈസ് ദ ഓൺലി ക്രിയേച്ചർ ദാറ്റ് യൂസസ് വെഹിക്കിൾസ്. നമുക്കറിയാം ഇപ്പം നമ്മൾ ആളുകൾ മാത്രമാണ് ഇപ്പോഴും വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഏർലിയർ മുൻപ് ഇൻസ്റ്റെഡ് ഓഫ് വെഹിക്കിൾസ് എനിമൽസ് ലൈക്ക് എലിഫൻറ്റ്, ഹോഴ്സ്, ബുൾ ആൻഡ് camel were യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. പണ്ട് കാലത്ത് ഗതാഗതത്തിന് വേണ്ടിയിട്ട് എനിമൽസ്, മൃഗങ്ങളെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനത്തെ ആന, കുതിര, കാള, ഒട്ടകം ഇതുപോലത്തെ എനിമൽസിനെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾസ് ടുഡേ? ഇന്ന് നമ്മൾ ആൾക്കാർ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? 2 പോയിന്റ്സ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഫോർ ട്രാവലിംഗ്, നമ്മൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കടത്തി അയക്കാൻ വേണ്ടിയിട്ട്. അടുത്തൊരു പോയിന്റ് അവിടെ എഴുതി ചേർക്കാം, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. അതായത് നമ്മൾ ട്രാക്ടറൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അപ്പോൾ അതിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ എമർജൻസി സർവീസസ്, അത്യാഹിത സേവനങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മൾ ആംബുലൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ പർപ്പസ് ഓഫ് വെഹിക്കിൾസും ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ ഹൗ മൈറ്റ് ഹ്യൂമൻസ് ഹാവ് മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദി ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾസ്? ഈ വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുൻപേ ആളുകൾ എങ്ങനെയായിരുന്നു ഈ ആവശ്യങ്ങളെല്ലാം സാധിപ്പിച്ചിരുന്നത്? താഴെയുള്ള ചിത്രത്തിൽ നോക്കൂ. ഓൺ ഫുഡ്, അവർ നടന്നായിരുന്നു പോയത്. ബൈ കെയറിങ് ഓൺ ദി ഹെഡ്, പിന്നെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവർ തലയിൽ ചുമന്നിട്ട് ആണ് പോയത്. യൂസിങ് എനിമൽസ്, പിന്നെ അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിമൽസ്, മൃഗങ്ങളുടെ സഹായവും തേടിയിരുന്നു. ദെൻ വാട്ട് വെർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദിസ് മെത്തേഡ്സ്? ഈ മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്തൊക്കെയാണ്? ഒന്ന് അവിടെ തന്നിട്ടുണ്ട്. ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്. എന്താണ്, ഇപ്പം ഒരു സാധനം അത്യാവശ്യമായിട്ടൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ അത് എത്തിക്കാനൊന്നും ആവില്ല അല്ലേ. ഇനി അടുത്ത പോയിന്റ്, ഹ്യൂമൻ എഫേർട്ട് വാസ് ഹൈ. എന്താണ്, നമ്മൾ മനുഷ്യന്മാരുടെ തലയിൽ വെച്ചിട്ടും നടന്നിട്ടൊക്കെ ആണല്ലോ സാധനങ്ങൾ ക്യാരി ചെയ്യുന്നതും അവർ ഒരു സ്ഥലത്തേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ അതെന്താണ്, അത് നല്ല എഫേർട്ടാണ്, അവർക്ക് നല്ല അധ്വാനം വരുന്നുണ്ട്. സോ അവിടെ എഴുതുക ഹ്യൂമൻ എഫേർട്ട് വാസ് ഹൈ. പിന്നെ മോർ ടൈം ഈസ് നീഡഡ്, ഒരുപാട് സമയം വേണമല്ലേ. ഇപ്പം നമ്മൾ വാഹനത്തിൽ പോകുന്നതിനെക്കാട്ടിലും നടന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. സോ മോർ ടൈം ഈസ് നീഡഡ്. ഹ്യൂമൻസ് ഡെവലപ്ഡ് വെഹിക്കിൾസ് ടു ഓവർകം ദ ലിമിറ്റേഷൻസ് മെൻഷൻഡ് എബവ്. മുകളിൽ നമ്മൾ പറഞ്ഞ ഈ പരിമിതികളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാർ വികസിപ്പിച്ചെടുത്തതാണ് വാഹനങ്ങൾ. ദ ഇൻവെൻഷൻ ഓഫ് വീൽസ് ബിക്കം ദി ബേസിക് ഓഫ് ചേഞ്ചസ് ഇൻ ദി ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഈ ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഈ ഒരു മേഖലയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. അടുത്ത ടോപ്പിക്കാണ് ഫ്രം വീൽ ടു വെഹിക്കിൾ, ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്. ഇൻവെൻഷൻ ഓഫ് ദി വീൽ വിച്ച് ചേഞ്ച്ഡ് ദി ലിവ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ എ സിംഗിൾ ഡേ. ഈ ചക്രങ്ങളുടെ കണ്ടുപിടുത്തം, അതായത് നമ്മുടെ ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ച ഈ ചക്രങ്ങളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡേ, ഒറ്റ ദിവസം കൊണ്ടൊന്നും കണ്ടുപിടിച്ചതല്ല. റിയലൈസിങ് ദാറ്റ് റോളിംഗ് ഒബ്ജക്റ്റ് ഓൺ എ റൗണ്ടഡ് വുഡൻ ലോങ് വുഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു ക്യാരി, പീപ്പിൾ മെയ്ഡ് വീൽസ് ബൈ മേക്കിംഗ് ദി ലോഗ് സ്മോളർ ആൻഡ് സ്മോളർ. ആദ്യം ഇവർ മനസ്സിലാക്കിയത് ഉരുളുന്ന സാധനങ്ങളുടെ അടിയിൽ ഉരുണ്ട മരത്തടി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണെന്നാണ് ആദ്യം അവർ മനസ്സിലാക്കിയത്. അങ്ങനെ അവർ മരത്തടികൾ ഉപയോഗിച്ച് വീൽസ് നിർമ്മിക്കാൻ തുടങ്ങി. ആ 2 ചിത്രത്തിലും നമുക്ക് കാണാം അവർ മരക്കഷ്ണം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്നത് അടിയിൽ ഉരുണ്ട മരത്തടികൾ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോവാണല്ലേ. അത് അവരെ ഇങ്ങനെ ചുമന്നു പോകുന്നതിനെക്കാട്ടിലും അവരെ എളുപ്പമാക്കി. വെഹിക്കിൾസിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ ടേം വെഹിക്കിൾ ഇൻ മലയാളം ലാംഗ്വേജ് വാഹനം മീൻസ് എ ഡിവൈസ് ടു ക്യാരി, കൊണ്ടുപോകാനുള്ള ഒരു ഉപകരണം.
നോൺ മെക്കാനിക്കൽ സിസ്റ്റം ആർ യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. നമ്മുടെ ആൾക്കാരുടെ ഇങ്ങനെ മൂവ്മെൻറ്റ് ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടും ഈ ഗുഡ്സ് സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് ചക്രത്തിൻ്റെ ഓരോ വികസനങ്ങൾ കാണാമല്ലേ. ആദ്യം ഷേപ്സും കാര്യങ്ങളും ഒക്കെ മാറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇപ്പം നമ്മുടെ വാഹനങ്ങൾക്കുള്ളത് പോലുള്ള ടയറായി. ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെസോപ്പൊട്ടാമിയൻസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് 5000 വർഷങ്ങൾക്ക് മുമ്പേ ആദ്യമായിട്ട് ചക്രങ്ങൾ കണ്ടുപിടിച്ചത്. അവർ എങ്ങനെ ചക്രങ്ങൾ നിർമ്മിച്ചതെന്ന് വെച്ചാൽ 3 കട്ടിയുള്ള പലക കഷ്ണങ്ങൾ ചെമ്പാണിയോട് ചേർത്ത് വെച്ച് ലെതർ സ്ട്രാപ്പുമായിട്ട് കുടുക്കി, അങ്ങനെ ആയിരുന്നു അവർ ചെയ്തിരുന്നത്. പിന്നീട് അത് ഈജിപ്ഷ്യൻസും റോമൻസും ആണ് വീൽസിലേക്ക് പിന്നെ അത് വികസിപ്പിച്ച് എടുത്തത്. ഏരിയ സ്ഥിതി ചെയ്യുന്നത് 2 റിവറുകളുടെ നടുവിലായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ മെസോപ്പൊട്ടാമിയ എന്ന് പറയാനുള്ള കാരണം. താഴെയുള്ള ചിത്രത്തിൽ നോക്കൂ, നമ്മുടെ ചക്രത്തിൻ്റെ ഓരോരോ പുതിയ മോഡൽസാണ്. ആദ്യം നമ്മൾ ആൾക്കാരായിരുന്നു സാധനങ്ങൾ ചക്രങ്ങളുടെ സഹായത്താൽ ഉരുട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അത് മൃഗങ്ങളായി, കുറച്ചുകൂടി ഈസിയറായി. പിന്നെ അത് നമ്മൾ അവിടെ വാഹനത്തിൽ ഇരുന്നിട്ടായി. അങ്ങനെ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് വന്നു. Vehicles, there have been big changes in the field of transportation. വാഹനങ്ങൾക്ക് ഗതാഗതത്തിൻ്റെ മേഖലയിൽ വളരെ വലിയൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവരാൻ കഴിയുന്നത്. Gradually, different modes of transport came into practice to move goods and people from one place to another. അല്ലെ, വ്യത്യസ്ത ഗതാഗത മാർഗങ്ങൾ ഇങ്ങനെ നിലവിൽ വന്നു. ഒരു ആൾക്കാർക്ക് ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് പോകാനും ഗുഡ്സുകൾ ക്യാരി ചെയ്യാനൊക്കെ വേറെ കുറേ മാർഗങ്ങൾ പിന്നെ പുതിയതായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ച് വന്നു. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത് റോഡിലൂടെ നമ്മൾ പോകുന്നുണ്ട്, വെള്ളത്തിലൂടെ കടലിലൂടെയൊക്കെ പോകുന്നുണ്ട്, എയറിൽ കൂടെ പോകുന്നുണ്ട്. ഇത് 3 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. താഴെ നോക്കൂ, നിങ്ങൾക്കൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ഹെഡിങ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, ഗതാഗതത്തിനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ. ഒന്നാമത്തേതാണ് ലാൻഡ് ട്രാൻസ്പോർട്ട്, കരയിലൂടെയുള്ള ഗതാഗതം. രണ്ടാമത്തേത് വാട്ടർ ട്രാൻസ്പോർട്ട്, വെള്ളത്തിലൂടെയുള്ള ഗതാഗതം. മൂന്നാമത്തേത് എയർ ട്രാൻസ്പോർട്ട്, വായുവിലൂടെയുള്ള ട്രാൻസ്പോർട്ട്. ഇതിൽ കരയിലൂടെ വരുമ്പോൾ എന്താണ്? റോഡുണ്ട്, റെയിലുണ്ട്. അത് രണ്ടും കരയിൽ പെടുന്നതാണ് അല്ലേ. സോ ലാൻഡ് ട്രാൻസ്പോർട്ടിനെ വീണ്ടും 2ആയിട്ട് തിരിച്ച് റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും ഉണ്ട്. ദെൻ വാട്ടർ ട്രാൻസ്പോർട്ട്, വെള്ളത്തിലൂടെ എന്തുണ്ട്? ഇൻലാൻഡും ഉണ്ട്, മെരിടൈം ട്രാൻസ്പോർട്ടുണ്ട്. ഇത് ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ റോഡ്, റെയിൽ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് ആളുകളെയും സാധനങ്ങളെയും കൊണ്ടുപോകുന്നതിനെയാണ്. മെരിടൈം ട്രാൻസ്പോർട്ട്, സമുദ്ര ഗതാഗതം എന്ന് പറഞ്ഞാൽ വലിയ കപ്പലുകളിലും മറ്റും പിന്നെ സമുദ്രങ്ങളിലൂടെ ചരക്കുകളും യാത്രക്കാരെയും കൊണ്ടുപോകുന്നതിനെയാണ്. അടുത്തത് എയർ ട്രാൻസ്പോർട്ടിൽ വരുന്ന 2 ടൈപ്സാണ്. നാഷണൽ എയർവേസ്, ദേശീയ എയർവേസും ഇൻ്റർനാഷണൽ എയർവേസ്, അന്താരാഷ്ട്ര എയർവേസും. ഇനി ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡെഫിനിഷന് താഴോട്ട് നോക്കാം. ലാൻഡ് ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. അത് നമ്മുടെ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. അത് എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടാണ്? ലാൻഡിലൂടെ, കരയിലൂടെയുള്ള ഗതാഗതത്തിനാണ് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ബസ്, കാറ്, ട്രെയിൻ ഒക്കെ എഴുതാം. ഓക്കെ, അവിടെ എഴുതി കൊടുക്കുക. ഈ ലാൻഡ് ട്രാൻസ്പോർട്ടിനെ 2ആയിട്ട് തിരിക്കുമ്പോൾ അതിലൊന്നാമത്തേതാണ് റോഡ് ട്രാൻസ്പോർട്ട്. ഡോണ്ട് വി നീഡ് റോഡ്സ് ഫോർ ദി സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ്. നമ്മുടെ വെഹിക്കിൾസിന് നല്ലോണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല റോഡ് തന്നെ വേണം അല്ലേ. ഒബ്സർവ് ദി ഇമേജസ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ദി ഫോർമേഷൻ ഓഫ് റോഡ്സ്. താഴെയുള്ള പിക്ചേഴ്സ് ഇങ്ങനെ നിങ്ങളടുത്ത് നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. ആദ്യം ഒരു സിംഗിൾ ട്രാക്ക് പാത്തായിരുന്നു, പിന്നെ അത് മണ്ണിൻ്റെ വഴിയായി, പിന്നീട് അത് കല്ലുകൊണ്ടുണ്ടാക്കിയ വഴിയായി, പിന്നീട് അത് കോൺക്രീറ്റ് ഇട്ട റോഡായി, ദെൻ അത് ഇപ്പോഴുള്ളതുപോലെയുള്ള
താർഡ് റോഡായി. ഓക്കെ, ഇതിവിടെ റോഡിൻ്റെ ഓരോരോ വികസിപ്പിച്ച ഓരോ ചിത്രങ്ങളാണ് ഇവിടെ തന്നത്. സിംഗിൾ ട്രാക്ക് പാത്സ് ആൻഡ് മഡ് പാത്സ് വെർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഏൻഷ്യൻ ടൈംസ്. പണ്ട് കാലത്ത് നമ്മൾ പിക്ചറിൽ കണ്ട ഈ സിംഗിൾ ട്രാക്കും മഡ് പാത്തൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഓവർ ദി പാസേജ് ഓഫ് ടൈം സ്റ്റോൺ പേവ്ഡ് പാത്സ്, കോൺക്രീറ്റ് റോഡ്സ് ആൻഡ് താർ റോഡ്സ് കം ഇൻ ടു എക്സിസ്റ്റൻസ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പം പിന്നെ കോൺക്രീറ്റും താർഡ് റോഡൊക്കെ നിലവിൽ വന്നു. അവർ കൺട്രി ഹാസ് എ വൈഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് റൂറൽ റോഡ്സ്, സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ് ആൻഡ് എക്സ്പ്രസ് ഹൈവേസ്. നമ്മുടെ രാജ്യത്തിന് ഒരുപാട് റോഡ്സ് ഉണ്ട് അല്ലേ. ഗ്രാമങ്ങളിലുള്ള റോഡുണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. വേൾഡിലെ റോഡ് ശൃംഖലയിൽ ഇന്ത്യയാണ് 2ാം സ്ഥാനത്ത് വരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് റോഡ് ഗതാഗതം വളരെ വലിയൊരു പ്രധാനമായൊരു റോൾ തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് പേജിൽ റോഡിലൂടെ പോകുന്ന കുറച്ച് വാഹനങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ താഴത്ത് അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്, റോഡ് ഗതാഗതത്തിൻ്റെ കുറച്ച് ഗുണങ്ങൾ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, മറ്റുള്ളതിനെ സംബന്ധിച്ച് നോക്കുമ്പം അതിന് എന്താണ് ചിലവ് ചുരുക്കമാണ്. ദെൻ accessible to all sections of people, അതുകൊണ്ട് തന്നെ എന്താ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്, എന്താണ് ചെറിയ ട്രിപ്പുകൾക്കൊക്കെ അത് നല്ലൊരു മെത്തേഡാണ്. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, നമ്മൾ ചെറിയ ചെറിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ റോഡിലൂടെ അല്ലേ പോവുക. ഇനി നമ്മളടുത്ത് 2 പോയിൻറ്റ്സ് കൂടി ആഡ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ എഴുതുക. യൂസ്ഫുൾ ഫോർ റൂറൽ ഏരിയാസ്, ഗ്രാമീണ സ്ഥലങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. കാരണം അവിടെ ചെറിയ ചെറിയ റോഡ്സൊക്കെ അല്ലേ ഉണ്ടാവുക, നമ്മൾ അവിടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമാണ്. ദെൻ പിന്നെ നമുക്ക് എഴുതാം റൂട്ട്സ് ആൻഡ് ടൈംസ് ക്യാൻ ബി ഈസിലി ചേഞ്ച്ഡ്. ഇതിലൂടെയുള്ള യാത്രയാക്കുമ്പോൾ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള വഴിയിലൂടെയും സമയത്തിനും നമുക്ക് അതനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഈ 2 പോയിൻറ്റ്സ് കൂടി അവിടെ എഴുതി വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ദെൻ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ അടുത്തതായിട്ട് വരുന്നതാണ് റെയിൽ ട്രാൻസ്പോർട്ട്. ദ സൈറ്റ് ഓഫ് എ ട്രെയിൻ അറൗസസ് ദ ക്യൂരിയോസിറ്റി ഓൺ പീപ്പിൾ ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്. ട്രെയിൻ പോകുന്നുള്ള കാഴ്ച എല്ലാ ആൾക്കാർക്കും, പ്രായമുള്ള ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ നല്ലൊരു കൗതുകം, ഒരു ക്യൂരിയോസിറ്റിയാണ് കൊണ്ടുവരിക. നമ്മൾ ആരായാലും ആ ട്രെയിൻ പോകുന്നതൊന്ന് നോക്കി നിൽക്കും അല്ലേ. ഈ റെയിൽ ട്രാൻസ്പോർട്ടാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. ലാൻഡിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏതാണ്? റെയിൽ ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, ആദ്യം ലോഞ്ച് ചെയ്തത് ബ്രിട്ടനിലാണ്. ദ റെയിൽവേ സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ഫസ്റ്റ് ഇൻ ബ്രിട്ടൻ. ഈ സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചതോടെയാണ് ലോക്കോമോട്ടീവ് ട്രെയിൻ നിലവിൽ വന്നത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ആദ്യമായിട്ടുള്ള ഒരു ലോക്കോമോട്ടീവ് ട്രെയിൻ ബ്രിട്ടനിൽ ഉണ്ടാക്കിയത്. ആദ്യം ട്രെയിനിൽ കോളായിരുന്നു ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് അഡ്വാൻസ്ഡ് ആയിട്ട് വികസിപ്പിച്ച് വന്ന് ഡീസൽ എൻജിൻസും ഇലക്ട്രിക് എൻജിൻസും ഒക്കെ നിലവിൽ വന്നു. ഇവിടെ നിങ്ങളുടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് ട്രെയിനിൻ്റെ ഓരോ ഇൻവെൻഷൻസ് ആണ്. അത് വികസിപ്പിച്ച് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ ഉള്ള ട്രെയിനിൻ്റെ മോഡലായിട്ട് വന്നു. ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് ഹു സ്റ്റാർട്ടഡ് റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ദേ ട്രാൻസ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് ബൈ സീ. നമ്മുടെ ഇന്ത്യയിലെ പ്രകൃതി വിഭവങ്ങളും അസംസ്കൃത വസ്തുക്കളൊക്കെ കടൽ വഴിയായിരുന്നു യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നത്. റെയിൽ ട്രാൻസ്പോർട്ട് ഇന്ത്യയിൽ വന്നതോടുകൂടി അവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തുറമുഖങ്ങളിലേക്ക് ട്രെയിൽ വഴിയാണ് എത്തിച്ചിരുന്നത്. ദ റെയിൽവേസ് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് പീപ്പിൾ മെയിൻലി rely on for their daily travel, transportation of goods and leisure trips. പീപ്പിൾ റെയിൽവേസ് ആശ്രയിച്ചിരുന്നത് അവരുടെ ദൈനംദിന ട്രാവലിന് വേണ്ടിയിട്ടും ഈ ഗുഡ്സ് സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ ലക്ഷറി ആഡംബര ട്രിപ്പുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മുടെ ഇന്ത്യയിലെ വലിയൊരു
എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റെയിൽവേ നെറ്റ്വർക്ക് തന്നെയുണ്ട്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റെയിൽവേ ഉള്ള രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ദ മെട്രോ റെയിൽ സിസ്റ്റം ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ഈ വായു മലിനീകരണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥലത്തും മെട്രോ റെയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ. അതെ, നമ്മൾ കുറേ ആൾക്കാർക്ക് പോകാൻ പറ്റിയ ഏറ്റവും ചീപ്പസ്റ്റ്, അതായത് പൈസ ചിലവ് കുറവുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ. ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്. ഒരുപാട് സാധനങ്ങൾ, ബൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയൊരു വളർച്ച കൊണ്ടുവരാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 2 പോയിന്റ്സ് കൂടി അവിടെ എഴുതുക. സ്യൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ്. നമ്മൾ ദൂരമുള്ള യാത്രകൾക്ക് ട്രെയിൻ എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായൊരു സംവിധാനമാണ് അല്ലേ. ദെൻ അടുത്തൊരു പോയിന്റ്, റെഡ്യൂസസ് റോഡ് ട്രാഫിക്. നമ്മൾ ട്രെയിനിലൂടെ പോകുമ്പോൾ റോഡ് ട്രാഫിക് ഉണ്ടാവുമോ? ഇല്ലല്ലേ, അത് നമുക്ക് ഒഴിവാക്കാം. ദെൻ അടുത്ത് വരുന്നതാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. താഴെയുള്ള ചിത്രത്തിൽ വാട്ടർ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് തന്നത്. ഇവിടെ തോണി, ചെങ്ങാടം, ഹൗസ് ബോട്ടൊക്കെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളടുത്ത് ചോദിച്ചത് ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻ ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്. എന്ത് കാര്യത്തിനാണ് നമ്മൾ ആൾക്കാർ വാട്ടർ ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നത്? ഒരു പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്, ട്രാവൽ. പിന്നെ നമുക്ക് അവിടെ എഴുതി ചേർക്കാം എന്ത്? ഫോർ ട്രേഡ്, കച്ചവടത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ ഫിഷിംഗ് മീൻപിടുത്തത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫോർ ടൂറിസം, നമ്മൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഹൗസ് ബോട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. സോ ഈ പോയിന്റ്സ് ഒക്കെ അവിടെ എഴുതി ചേർക്കുക. ആദ്യമൊക്കെ പലതരത്തിലുള്ള ബോട്ടും കപ്പലും ഒക്കെയാണ് ആദ്യമൊക്കെ കണ്ടുപിടിച്ചത്. പിന്നീടാണ് ഇത് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് നയിച്ചത്. വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. രണ്ടായിരത്തി തരംതിരിക്കാം. ഇൻലാൻഡ് ആൻഡ് മാരിടൈം. ബിഫോർ ദി അഡ്വെന്റ് ഓഫ് റെയിൽവേസ്, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദി മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ഈ റെയിൽവേസിൻ്റെ കണ്ടുപിടുത്തത്തിന് മുൻപ് ഇന്ത്യയിൽ വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടായിരുന്നു. ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് നടന്നിരുന്നത് കുറേ റിവറുകളും ബാക്ക് വാട്ടേഴ്സും ഒക്കെ ഉള്ള ഏരിയകളിലായിരുന്നു. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിക്കാനും തുടങ്ങി. യൂറോപ്യൻസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു വാട്ടർ ട്രാൻസ്പോർട്ട് ടു ഇംപ്രൂവ് ട്രേഡ് വിത്ത് ഇന്ത്യ. യൂറോപ്പിലുള്ള ആൾക്കാരാണ് വാട്ടർ ട്രാൻസ്പോർട്ടിന് പ്രാധാന്യം നൽകിയത്. എന്തിന്? അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം നടത്താൻ വേണ്ടി. യൂറോപ്യൻസ് ബിൽറ്റ് കനാൽസ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് കോൾ ടു സിറ്റീസ്. അങ്ങനെ യൂറോപ്യക്കാർ കനാൽസുകൾ നിർമ്മിച്ച് അവർക്ക് കോളുകൾ, കൽക്കരികൾ സിറ്റീസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രാജുവലി സച്ച് കനാൽസ് ബിഗെയിൻ ടു ബി യൂസ്ഡ് മെയിൻലി ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട്. അങ്ങനെ ഈ വാട്ടർ ട്രാൻസ്പോർട്ടിന് മെയിനായിട്ട് ഈ കനാൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. കാനലി കനാൽ, പാർവതി പുത്തനാർ എക്സെട്ര ആർ സം ഓഫ് ദി കനാൽസ് ബിൽറ്റ് ഇൻ കേരള. ഇതൊക്കെയാണ് കേരളയിലുള്ള കനാലിൻ്റെ എക്സാമ്പിൾസ്. ആലപ്പുഴക്കായിരുന്നു കുറേ കനാൽസ് ഉണ്ടായിരുന്നത്. അത് വെനൈസ് ഓഫ് ഈസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് പറയുന്നത് മാരിടൈം ട്രാൻസ്പോർട്ടിനെ കുറിച്ചായിരുന്നു. വാട്ടർ ട്രാൻസ്പോർട്ടിൽ രണ്ടാമതായിട്ട് വരുന്നതാണ് മാരിടൈം ട്രാൻസ്പോർട്ട്. In the past, international travel and goods transport were mostly depend on maritime transport. പണ്ട് കാലത്ത് അന്താരാഷ്ട്ര ഗതാഗതത്തിന് വേണ്ടിയിട്ടും ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ടും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് മാരിടൈം ട്രാൻസ്പോർട്ടാണ്. സെയിലിംഗ് ഷിപ്പിൻ്റെ കണ്ടുപിടുത്തം മാരിടൈം ട്രാൻസ്പോർട്ടിൻ്റെ നല്ലൊരു രീതിയിലുള്ളൊരു ഇംപ്രൂവ്മെൻ്റ്, ഒരു വികസനം കൊണ്ടുവന്നു. ആൾക്കാരുടെ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ കൂടാൻ സഹായിച്ചു. പിന്നീട് സ്റ്റീം എൻജിനും സ്റ്റീം പവേർഡ് സെയിലിംഗ് ഷിപ്സൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി ഈ യാത്രകൾ കൂടുതൽ സേഫായി, സുരക്ഷയുള്ള. പിന്നീട് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പൽ നിലവിൽ വന്നു. മാരിടൈം ട്രാൻസ്പോർട്ട് ഈസ് പോസിബിൾ ത്രൂ കോസ്റ്റൽ വാട്ടർവേസ് ആൻഡ് ഇൻ്റർനാഷണൽ വാട്ടർവേസ്. മാരിടൈം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് തീരദേശ ജലപാതകളിലൂടെയും അന്താരാഷ്ട്ര ജലപാതകളിലൂടെയും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്.
Coastal waterways transport goods and passengers between ports located on the coast of the country. തീരദേശ ജലപാതകൾ കൊണ്ടുപോകുന്നത് രാജ്യത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിലുള്ള ചരക്കുകളെയും യാത്രക്കാരെയുമാണ്. എന്നാൽ മറ്റുള്ള രാജ്യത്തുള്ള തീരപ്രദേശങ്ങൾക്കിടയിൽ നടക്കുന്ന സാധനങ്ങളുടെയും ആൾക്കാരുടെയും കൊണ്ടുപോകുന്നത് എന്തിലൂടെയാണ്? ഇൻ്റർനാഷണൽ വാട്ടർവേസിലൂടെയാണ്. ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട് ടേക്ക് പ്ലേസ് മെയിൻലി ത്രൂ ദിസ് വാട്ടർവേസ്. കയറ്റുമതിയും ഇറക്കുമതിയും മെയിൻലി ആയിട്ട് പ്രധാനമായിട്ടും നടക്കുന്നത് ഈ അന്താരാഷ്ട്ര ജലപാതയിലൂടെയാണ്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, ചിലവ് കുറവാണ്. എ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ, പൊല്യൂഷന് ചെറിയൊരു അളവിലെ എന്തുള്ളൂ, മലിനീകരണമുള്ളൂ. ഇനി ഇവിടെ 2 പോയിൻറ്റും കൂടി എഴുതി ചേർക്കുക. ക്യാരീസ് ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ്, നമുക്ക് ഷിപ്പിലൊക്കെ കുറേ വലിയ ബൾക്കായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ കഴിയും അല്ലേ. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം, യൂസ്ഫുൾ ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര കച്ചവടത്തിന് വേണ്ടിയിട്ട് നല്ല ഉപയോഗപ്രദമാണ്. സോ ഫ്രണ്ട്സ്, ഇത്രയും കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ആക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2 നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.